മസാല ബോണ്ട് ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് ഇ ഡി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഫണ്ട് ഉപയോഗിച്ച് 466 കോടിയുടെ ഭൂമി വാങ്ങിയത് ഫെമ ചട്ടലംഘനമാണെന്ന് വ്യക്തമാക്കി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. മൊത്തം 180 920 പേജുണ്ട് അവരുടെ മൊത്തം റിപ്പോർട്ട്. ആര് പറയുന്നത് നമുക്കതില് തീരുമാനം എടുക്കുന്നതിൽ പങ്കില്ലെന്ന്? നിശ്ചയമായിട്ടും പങ്കുണ്ട്. അന്ന് നമുക്ക് അവകാശം ഉണ്ടായിരുന്നു ഇങ്ങനെ വായ്പ എടുക്കുന്നതിന്. ആ വായ്പ എടുക്കാനുള്ള അവകാശം നമ്മൾ വിനിയോഗിച്ചു. റിസർവ് ബാങ്ക് അംഗീകാരവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ബാലിശമാണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടുകളുടെ അടുത്തെല്ലാം പൊതുയോഗം നടത്താനാ പോണത്. അങ്ങനെ പൊതുയോഗത്തിൽ ജനങ്ങളോട് പറയാം, ഇത് വേണ്ടിയിരുന്നോ, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങൾക്ക് വേണ്ടാത്തൊരു പ്രൊജക്റ്റ് ആണോ ഇത് എന്ന് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ഇ ഡി കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ വാചകങ്ങൾ എഴുതിക്കൊണ്ടുള്ള റിപ്പോർട്ടാണോ, മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടാണോ നൽകിയിരിക്കുന്നത്? ഇപ്പോൾ ഹാജരാകുന്നത് മുഖ്യമന്ത്രി ആകണമെന്നില്ല, മുഖ്യമന്ത്രിയുടെ പ്രതിനിധി ആയാൽ മതി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്മൃതി, മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ കൂടുതൽ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നുള്ള ഇ ഡിയുടെ പരാമർശമാണ്. അതായത് ഈ കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പലതവണ കൂടിയിരുന്നതാണ്. അതിൽ ചിലപ്പോഴൊക്കെ അധ്യക്ഷത വഹിച്ചിരുന്നത് മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കാണ്, മറ്റു ചിലപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ചാണ് ഈ ഭൂമി വാങ്ങാനുള്ള തീരുമാനമെടുത്തതെന്നുള്ളതാണ് ഇ ഡി പറയുന്നത്. അക്കാര്യം വ്യക്തമാക്കുന്ന മിനിറ്റ്സ് അടക്കം ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നേരത്തെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ചോദ്യമുണ്ടായിരുന്നപ്പോൾ അവർ മറുപടി നൽകിയിരുന്നത് അത് മുഖ്യമന്ത്രി കിഫ്ബിയുടെ ചെയർമാനാണെന്നുള്ളതാണ്. അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഈ ഭൂമി വാങ്ങിയെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും 2762 കോടിയാണ് ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ചിരുന്നത്. അതിൽ 466 കോടി ഉപയോഗിച്ച് ഭൂമി വാങ്ങി എന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. അതിൽ ഫെമ ചട്ടലംഘനം, അതായത് സാധാരണഗതിയിൽ വിദേശ വാണിജ്യ വായ്പ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫെമ ചട്ടം നിഷ്കർഷിക്കുന്നത്. അതിന്റെ ലംഘനമാണെന്നുള്ളതാണ് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ എന്തടിസ്ഥാനത്തിൽ ഇതിലേക്ക് കൊണ്ടുവന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 3 പേർക്കാണ്, അതായത് മുഖ്യമന്ത്രിക്ക് പുറമെ മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിനും ഒപ്പം തന്നെ കിഫ്ബി സിഇഒ ആയ KM എബ്രഹാമിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നതാണ്. ഫെമ കേസ് ആയതിനാൽ തന്നെ നേരിട്ട് ഇവർ ഹാജരായി സ്റ്റേറ്റ്മെന്റ്, അതായത് മറുപടി നൽകേണ്ട കാര്യമില്ല, മറിച്ച് അഭിഭാഷകനോ അല്ലെങ്കിൽ പ്രതിനിധിയോ മുഖേന തന്നെ മറുപടി നൽകാമെന്നുള്ള കാര്യവും ഇ ഡി അറിയിച്ചിട്ടുണ്ട്. ശരണാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.